ഇന്ന് നമ്മൾ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫ്ലവർ ബെഞ്ചാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അതിനകത്ത് 3 കളർ, വൈറ്റും ഗ്രീനും വയലറ്റും കളർ നമ്മൾ ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നൂല്, പിന്നെ സിസറ്, ഫ്ലവർ ടേപ്പ്, ഗമ്മ്, പിന്നെ വയർ കേട്ടോ. ഗോൾഡൻ വയറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പൂവിന് ഉള്ളിൽ വെക്കേണ്ട ആ ഒരു ഭാഗം, നമുക്ക് പൂമ്പൊടി എന്നൊക്കെ പറയില്ല, ആ ഒരു ഭാഗം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്ക്വയർ ഇതുപോലെ വൈറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ വൈറ്റ് കളറ് നമ്മുടെ ഈ ഒരു പൂമ്പൊടിയുടെ ആ ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്യണത്. എന്നിട്ട് നമ്മൾ ഈ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് അവിടെ വെച്ചതിന് ശേഷം കേട്ടോ നമുക്ക് ഒരു ഗോൾഡൻ കളർ വയർ എടുക്കാം. അതൊന്ന് രണ്ടായിട്ട് മടക്കിയെടുത്തിട്ട് നമ്മൾ ഈ ഒരു പേപ്പറിൽ പശ തേച്ചിട്ട് നമ്മൾ ഈ ഒരു ഗോൾഡൻ വയറിലോട്ട് ഒട്ടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മളതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ബെഞ്ചാണ് നമ്മളിന്ന് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലൊരു റെക്റ്റാങ്കിൾ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ അളവ് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം താഴോട്ട് പിടിച്ചിട്ട് നമ്മളിതാ ഒരു ഭാഗത്ത് ഇതുപോലെ പശയാണ് തേച്ച് കൊടുക്കുന്നത്. അങ്ങനെ പശ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡ് ഇതുപോലെ കറക്കി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്, നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലൊരു കുഴൽ പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു ടേപ്പിൻ്റെ ഈ ഒരു വയറിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ നൂല് വെച്ചിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കെട്ടിയെടുക്കാം. അങ്ങനെ നല്ലപോലെ കെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ ടേപ്പാണ് ചുറ്റി കൊടുക്കുന്നത്. അത് നല്ല ടൈറ്റായിട്ട് നമ്മൾ ഫ്ലവർ ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ്. ഈ ഒരു ഫ്ലവർ ടേപ്പ് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വലിച്ചുവിടണം. അപ്പോൾ നമുക്കൊന്ന് ഇച്ചിരി കൂടി വിടർന്ന് കിട്ടും കേട്ടോ. അത് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഞാൻ കുറച്ച് പൂക്കളും കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പറിൽ നിന്ന് ലീഫ് കട്ട് ചെയ്തെടുക്കാം. ലീഫ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഈ ക്രേപ്പ് പേപ്പർ ആകുമ്പോൾ ഇച്ചിരി ഒന്ന് വലിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ 2 സൈഡും ഇച്ചിരി ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നടുഭാഗം കൂടി ഒന്ന് വലിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 4 ലീഫാണ് നമ്മളിവിടെ ചെയ്തെടുക്കാൻ പോണേ. ഇനി ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗോൾഡൻ വയർ പിന്നെയും എടുത്തിട്ടുണ്ട്. അതൊന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ മുകൾ ഭാഗത്തായിട്ട്. പിന്നെ കുഞ്ഞു പൂവ് ആദ്യം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും വലിപ്പം കുറഞ്ഞത് ആദ്യം സെറ്റ് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ രണ്ടാമത് കുറച്ചും കൂടി വലിപ്പം കൂടിയത്, അങ്ങനെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണിത്. അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയണേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്ലവർ ബെഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലീഫാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനത്തെ 4 ലീഫും കൂടി നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ പറയാം. ബാക്കിയുള്ള ആ ഒരു കമ്പി നമ്മളൊന്ന് വളച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇച്ചിരി കനമുള്ളത് കൊണ്ട് തന്നെ ഒന്ന് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലവർ ബെഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.